ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, കോതുരത്ത് മുസ്ലിംസ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ജെയ്സൺ പുളിക്കത്തറ, ഇന്ന് ഈ കോതുരത്ത് ഫെസ്റ്റിൻ്റെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ജില്ലാ പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റ് ഉല്ലാസ് തോമസ് അവർകൾ, മുഖ്യ അതിഥിയായി പങ്കുചേർന്ന പ്രൊഫസർ കെ വി തോമസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ എ എസ് അനിൽകുമാർ, ജില്ലാ പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിംന സന്തോഷ്, ഈ വേദിയെ അനുഗ്രഹീത സാന്നിധ്യമായി നമ്മോടൊപ്പമായിരിക്കുന്ന സ്നേഹബഹുമാനമുള്ള കോതുരത്ത് സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയുടെ വികാരിയച്ഛൻ, സ്നേഹബഹുമാനപ്പെട്ട ആന്റണി പിനോയ് അറക്കലച്ച, നമ്മോടൊപ്പം ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച സ്നേഹമുള്ള കോതുരത്ത് വെസ്റ്റിൻ്റെ സഹരക്ഷാധികാരിയും കടമ്പാതുരത്ത് ദേവാലയത്തിൻ്റെ വികാരിയച്ഛനുമായ ഷിച്ചു കലർക്കലച്ച, ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട മഹനീയ വ്യക്തിത്വങ്ങളെ, പ്രിയ നാട്ടുകാരെ, ഈ വർഷാവസാനത്തിൻ്റെ ദിനങ്ങളിലും അതോടൊപ്പം പുതുവർഷത്തിൻ്റെ തുടക്കത്തിലും കോതുരത്ത് എന്ന് പറയുന്ന നമ്മുടെ ഈ ദേശം വലിയ ആഹ്ലാദകരമായ സമയത്തിലൂടെ കടന്നു പോവുകയാണല്ലോ. ഇവിടെ ഇതിനകം സംസാരിച്ച പലരും സൂചിപ്പിച്ചതുപോലെ നിരവധിയായ ആഘോഷങ്ങൾ ഒരുക്കപ്പെടുന്ന ഒരിടമാണ് കോതുരത്ത് എന്ന് പറയുന്ന ഈ മഹനീയ ദേശം. ക്രിസ്തുമസ് കാലത്ത് പ്രത്യേകിച്ച് കോതുരത്ത് ഫെസ്റ്റിൻ്റെയും ചുവടി ഫെസ്റ്റിൻ്റെയും ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ ഇത്തരം ആഘോഷങ്ങൾ കൂടുതൽ അതിൻ്റെ ഒരു പാരമ്യത്തിലേക്ക് എത്തിച്ചേരുന്ന സമയം കൂടെയാണ്. ക്രിസ്തുമസിനെ കുറിച്ച് മാലാഖമാരുടെ ദൂതി പ്രകാരമായിരുന്നല്ലോ സകല മനുഷ്യർക്കും വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ്. സന്തോഷം പങ്കുവയ്ക്കാനുള്ളതാണ്. ഒരു നാടിൻ്റെ കൂട്ടായ്മയെ ഒരു നാടിൻ്റെ സന്തോഷമായി ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നൊക്കെയുള്ള വലിയ വിചാരങ്ങൾ തീർച്ചയായും ഇപ്രകാരമുള്ള വേദികൾ, പരിപാടികൾ ഒരുക്കുന്നതിന് പിന്നിൽ നമ്മെ നയിക്കുന്നുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. സ്നേഹമുള്ളവരെ, 15 വർഷങ്ങൾ ആയി കോതുരത്ത് ദേശത്തിൻ്റെ സാംസ്കാരിക തനിമയെ ഈ ലോകത്തിന് മുൻപിൽ പ്രകടമാക്കുന്ന ഒരു വലിയ മഹനീയ വേദിയായി ഈ കോതുരത്ത് ഫെസ്റ്റിൻ്റെ പരിപാടികൾ മാറുന്നു എന്നതിന് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. നമുക്കറിയാവുന്നതുപോലെ ഏറെ ചരിത്രപരമായ പ്രത്യേകതകൾ, അതോടൊപ്പം തന്നെ സാംസ്കാരികവുമായ പ്രത്യേകതകളും ഈ ദേശത്തിനുണ്ട്. ഈ ദേശത്തിൻ്റെ വിവിധങ്ങളായ പ്രത്യേകതകളെ ആഘോഷിക്കുന്ന ഒരു സമയമായിട്ടാണ് തീർച്ചയായും കോതുരത്ത് ഫെസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു പരിപാടിയെ വിഭാവനം ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നു. തീർച്ചയായും അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ്. അതോടൊപ്പം തന്നെ ചരിത്രപരമായി ഈ ദേശത്തിൻ്റെ വളർച്ചയിൽ നിർണായകമായ പങ്കുവഹിച്ച വ്യക്തിത്വങ്ങളെയൊക്കെ ഓർക്കുവാനുള്ളൊരു സന്ദർഭം കൂടെയായി ഈ പരിപാടികൾ കൂടുതൽ മാറിത്തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്. കാരണം ചരിത്രപരമായ സാന്നിധ്യമുള്ള വ്യക്തികളെ, അല്ലെങ്കിൽ ഈ ദേശത്തിൻ്റെ ചരിത്രത്തെ രൂപപ്പെടുത്തുന്നതിൽ നിർണായക സംവിധാനങ്ങൾ പങ്കുവഹിച്ചിട്ടുള്ള പ്രസ്ഥാനങ്ങളൊക്കെ ആദരിക്കുന്നൊരു രീതി തീർച്ചയായും വളരെ സന്തോഷകരമായ കാര്യമാണ്. ഇന്നലെ നമ്മൾ കോതുരത്ത് വായനശാലയെ ആദരിക്കുന്ന ചടങ്ങ് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നിരവധിയായ വ്യക്തിത്വങ്ങളുടെ വലിയ നിസ്തുലമായ സംഭാവനകൾ ഈ ദേശത്തിൻ്റെ വളർച്ചയിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ കാനപ്പള്ളി വെച്ചനെ പോലെയുള്ള ഈ ദേവാലയത്തിന്, ഒരുപക്ഷെ കോതുരത്ത് എന്ന് പറയുന്ന ദേശം ഒരു ദേവാലയത്തിന് ചുറ്റും ഒരുക്കപ്പെട്ട ഒരു കൂട്ടായ്മ കൂടെയാണ്. അതിനെ വിസ്മരിച്ച് കളയുമെന്ന് നമുക്ക് ആർക്കും സാധിക്കുകയില്ല. എനിക്ക് തോന്നുന്നു ഈ ദേവാലയത്തിൻ്റെയൊക്കെ ഇത്ര പ്രൗഢ ഗംഭീരമായൊരു ദേവാലയത്തെ അപ്രകാരം ഒരു കാലത്തിൽ ഒരുക്കപ്പെടുവാൻ വേണ്ടിയിട്ട് വലിയ സ്വാധീനം ചെലുത്തിയ, ഒരുപക്ഷെ ഇവിടുത്തെ സാമൂഹിക ജീവിതത്തെയൊക്കെ സ്വാധീനിച്ച അച്ഛനെ പോലുള്ള വ്യക്തിത്വങ്ങൾ, നിരവധിയായ വ്യക്തികളുണ്ട് അപ്രകാരമുള്ള.
സാമൂഹ്യ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ അപ്രകാരമുള്ള നിരവധി വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെയൊക്കെ സ്മരണകളെ ചേർത്ത് വയ്ക്കുവാൻ, ആദരിക്കുവാൻ, നന്ദിയോടുകൂടെ ഓർക്കുവാനൊക്കെ ഉള്ള വേദിയായി നമ്മുടെ വേദികൾ മാറേണ്ടതുണ്ട്. ശരിയായ ചരിത്രത്തിൻ്റെ അടയാളപ്പെടുത്തലുകൾ ഉണ്ടാക്കുവാൻ ഉള്ള ജാഗ്രതയും ആ മേഖലയിൽ പുലർത്തേണ്ടതുണ്ട്. അതിനൊക്കെ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭാവുകങ്ങളും ഒരിക്കൽ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു. താങ്ക് യു ഫാദർ. ഗോതുരത്ത് ഗ്രാമത്തിൽ ഒരു വർഷക്കാലം വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിക്കുന്നതിനും പഠന മികവ് തെളിയിച്ചവരെ സ്കോളർഷിപ്പുകൾ നൽകി പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ഗോതുരത്ത് ഫെസ്റ്റ് വേദിയിൽ നടത്തുന്ന പരിപാടിയാണ് മികവ്. ഈ വർഷം 85 പ്രതിഭകളെയാണ് സ്കോളർഷിപ്പ് നൽകി ഈ വേദിയിൽ നമ്മൾ ആദരിക്കുന്നത്. ആദ്യമേ തന്നെ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്യുന്നതിനായി ദി എംപ്ലോയീസ് സോഷ്യൽ വെൽഫെയർ ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹികളെയും ബഹുമാനപ്പെട്ട വികാരിയച്ഛനെയും എത്രയും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.